നമസ്കാരം. CPIM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് കൊടിയിറങ്ങുകയാണ്. 4 ദിവസത്തെ സമ്മേളനം കഴിയുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് ആയി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് ഇന്ന് ചർച്ച ചെയ്ത നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന സംഘടനാ രേഖയാണ്. ഇതിനൊരു പാരഡൈം ഷിഫ്റ്റ് എന്നാണ് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ മുൻ ധനമന്ത്രി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. ഇത് CPMന്റെ മുതലാളിത്ത പാതയിലേക്കുള്ള വഴിമാറ്റമാണോ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ സമ്മേളനത്തിൽ ഉയർന്ന ചില ചർച്ചകൾ തന്നെ അങ്ങനെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതായിരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ജന അനുകൂല നയങ്ങളും ഒപ്പമുണ്ടാകണം എന്ന് പ്രതിനിധികൾ പറഞ്ഞു എന്നാണ്. എന്താണ് CPMന് സംഭവിക്കുന്ന നയം മാറ്റം എന്ന് ചർച്ച ചെയ്യുന്നു ഈ സമ്മേളന നഗരിയിൽ നിന്ന്. എന്നോടൊപ്പം ശ്രീ BN ഹസ്കർ CPM സഹയാത്രികൻ, ശ്രീ S ആദികേശവൻ ധനകാര്യ വിദഗ്ധൻ, ശ്രീ P കൃഷ്ണദാസ് BJP നേതാവ്, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് നേതാവ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ഹസ്കർ, നവകേരളത്തിന്റെ പുതുവഴി തേടുമ്പോൾ നിരവധി മാറ്റങ്ങളുണ്ട്. സ്വകാര്യ മൂലധനത്തെ പരമാവധി ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് സെസ്സുകൾ, ഫീസുകൾ തുടങ്ങിയവ കാലോചിതമാക്കണം എന്ന് പറയുന്നു. യൂസർ ഫീകൾ വരിക എന്നുള്ളതൊരു നയമായി വരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി മെച്ചപ്പെടുത്തണമെന്ന് പറയുന്നു. അടിമുടി ഒരു നയമാറ്റമാണ്. ഇപ്പോൾ പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ ഇതൊക്കെ അനിവാര്യമാണ് എന്ന് പാർട്ടിക്ക് കാണാം. പക്ഷേ ഇന്ന് ഈ സമ്മേളന ചർച്ചയിൽ KT കുഞ്ഞിക്കണ്ണൻ ഉന്നയിച്ച അതേ ചോദ്യമാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. പക്ഷേ ഇത് ഇടതുപക്ഷ നയമാണോ? അഭിലാഷ്, ഇതിൽ കാണേണ്ടത് എപ്പോഴും ഈ ഇടതുപക്ഷം ഇക്കാര്യത്തെ കാണുന്നതും CPM വിശിഷ്യ സംഘടനാ സമ്മേളനത്തിൽ നവകേരളത്തിൻ്റെ പുതുവഴികൾ തേടുന്നു എന്ന രാഷ്ട്രീയ കരട് രേഖ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന വസ്തുതകൾ മുതലാളിത്തത്തിലേക്കുള്ള ഒരു നയമാറ്റമാണോ എന്ന സംശയം ജനിപ്പിക്കുമെങ്കിലും മുതലാളിത്തത്തിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്നാമതായി അതാണ് പരിഗണിക്കപ്പെടുന്നത്. നമുക്കറിയാം ഭൂപരിഷ്കരണ നിയമം രാജ്യത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വഴി സംസ്ഥാനത്ത് വിപ്ലവാത്മകമായ മാറ്റം വന്നു. പക്ഷെ ഒരിക്കലും ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് ആശയമേ ആയിരുന്നില്ല. അല്ല, ഇത് പക്ഷേ മുൻപ് നവലിബറൽ എന്ന് CPM തള്ളിയിരുന്ന നയങ്ങളാണ്. അവ ഇപ്പോൾ നടപ്പാക്കുമ്പോൾ 10 വർഷം ഭരിച്ചപ്പോൾ ഒരു ഭരണ പാർട്ടി ആയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് തിരിച്ചറിവ് CPMന് വന്നു എന്നാണോ? അങ്ങനെയല്ല. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളികൾക്ക് ക്വാർട്ടേഴ്സ് അനുവദിക്കുക, അതുപോലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ മുതലാളിത്തത്തിൻ്റെ ഭാഗമായി ക്വാർട്ടേഴ്സുകൾ അവതരിപ്പിക്കുക. എന്ന് വെച്ചാൽ മുതലാളിത്തം എന്ന് പറയുന്നത് ഏതെങ്കിലും സോഷ്യലിസ്റ്റ് ആശയത്തെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് വരുന്നില്ല. മറിച്ച് ഇവിടെ കേരളത്തിൻ്റെ പുതിയ ഒരു ബദൽ സംവിധാനം ആലോചിക്കണം എന്നുള്ളത് ഭരണപക്ഷ നിലപാട് കൊണ്ട് മാത്രമല്ല ചിന്തിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബദൽ നയം വന്നേ മതിയാകും. അല്ല, ഏതാണ് ആ ബദൽ എന്ന് പറയുമ്പോൾ ഈ ഫീസുകൾ വർദ്ധിപ്പിച്ചും സെസ് ഏർപ്പെടുത്തിയും സ്വകാര്യ മൂലധനത്തിന് അനിയന്ത്രിതമായി അനുമതി കൊടുത്തുമൊക്കെയുള്ള നയമാകുമ്പോൾ അതൊരു പാരഡൈം ഷിഫ്റ്റാണ്. CPM തന്നെ പറയുന്നത് പോലെ അതൊരു പാരഡൈം ഷിഫ്റ്റാണ്. പക്ഷേ ഇത്ര കാലം അതിനെയൊക്കെ വേറൊരു കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ചേഞ്ച് അതിൻ്റെ കാലാകാലങ്ങളിൽ വരുന്നുണ്ട് എങ്കിൽ പോലും. അപ്പോൾ കേരള മോഡൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അത് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുകയാണ്. ഇനി അടുത്തത് ഇങ്ങനെ വേണം എന്നുള്ള നില, അതാണ് ഞാൻ തിരിച്ചറിവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെയല്ലേ, ഇത് കേരള മോഡൽ എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റണമെങ്കിൽ കൃത്യമായി ഇത്തരത്തിലൊരു ഇടപെടൽ വേണം. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും അതുതന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് മാർക്സിൻ തിയറിയിലും പറയുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇത്തരം ഒരു നയം മാറ്റം ബദലായി എന്തു കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് PPP മോഡലിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഒരു വലിയ ആശയമാണ്. ഇതൊരു പുതിയ ആശയമെന്ന നിലയിലാണ് ഇപ്പോൾ പല വിമർശകരും ഉയർത്തി കാണിക്കുന്നത്. ഇതൊരു പുതിയ ആശയമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 20ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. അത്തരം സിക്ക് യൂണിറ്റുകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെയും ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിച്ചു എന്നാണ് കഴിഞ്ഞ 20 കൊല്ലമായ ഇടതുപക്ഷം വിവിധ കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം. ആദ്യത്തെ നരസിംഹറാവുവിന്റെ സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സർക്കാരുകൾക്കെതിരെയും CPMഉം ഇടതുപക്ഷ കക്ഷികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ നിങ്ങൾ പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുന്നു എന്നാണ്. അപ്പം അത് തന്നെയല്ലേ ഇവിടെ ചെയ്യാൻ പോകുന്നത്.
അഭിലാഷ് ഇതിനെ കാണേണ്ടത് കേന്ദ്രത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒന്നാകെ കൈയൊടിയുന്ന സമീപനമാണ്. എന്നാൽ കേരളത്തിൽ ആലോചിക്കുന്നത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിൽ ഓടുന്നുവെങ്കിൽ ആ പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും, ആ പുനരുജ്ജീവനത്തിന് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എങ്ങനെ അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. അങ്ങനെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെയുള്ള ഒരു പുനരുജ്ജീവനമാണ് നോക്കുന്നത്. അത് കൃത്യമായി സംസ്ഥാനത്തിന് ഒരു തരത്തിലും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു തരത്തിലും വരാത്ത രീതിയിലായിരിക്കും ആ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അതാണ് CPM കാണുന്നത്. ശ്രീ KP നൗഷാദ് അലി, ഇത് ഒരു വഴിത്തിരിവായി താങ്കൾ കാണുന്നുണ്ടോ? നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ നിന്ന് 1990കളിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസ് മാറിയതുപോലെ ഒരു വലിയ മാറ്റം കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ CPM-ന് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അഭിലാഷെ, കഴിഞ്ഞ CPM-ന്റെ 2 ടേമിലായിട്ടുള്ള ഭരണം നമ്മൾ പരിശോധിച്ചാൽ അവരൊരു മധ്യവർഗത്തോട്, അതും ഉപരിമധ്യവർഗത്തോട് ചേർന്ന് പോകുന്നൊരു പാർട്ടിയായിട്ട് അവരുടെ നയങ്ങൾ, സമീപനങ്ങൾ, ഭരണശൈലികൾ, അതിൻ്റെ മുൻഗണനാക്രമങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർക്കിപ്പോൾ സമരങ്ങളോട് അലർജിയാണ്, അവർക്ക് വർഗസമരം എന്നൊരു വാക്കില്ല, സോഷ്യലിസം ഇല്ല. ഈ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള നിരാലംബരായ ജനതയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരിഗണനയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവർ ഈ പുതിയ നവകേരള രേഖ എന്ന് പറയുന്നത് കഴിഞ്ഞ 35 വർഷമായിട്ടവർ തെരുവിൽ സമരം ചെയ്ത് ഒരുപാട് പൊതുമുതൽ തൊലച്ച് ഒരുപാട് വികസനത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിച്ച് അവരുടെ ശൈലിയെയാണ് അവർ മറന്നുകൊണ്ട് അവരിപ്പോൾ ഈ പറഞ്ഞ നവകേരള രേഖയിലേക്ക് വരുന്നത്. ഇവിടെ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന കാലത്തെ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങളിലേക്ക് 35 കൊല്ലത്തെ പ്രതിബന്ധം സൃഷ്ടിക്കലിന് ശേഷം CPM ഇന്ന് മടങ്ങിയെത്തുമ്പോൾ കേരളം മൂക്കത്ത് വിരൽ വെക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു കാര്യം ബോധ്യമാവാൻ വേണ്ടി ഈ 3.5 പതിറ്റാണ്ടാണ് വരുന്നത്. ഈ 3.5 പതിറ്റാണ്ട് കാലം ഈ കേരളത്തിൻ്റെ വളർച്ചയെ തുരങ്കം വെച്ചവരാണ് ഇന്ന് പുതിയ നവകേരള രേഖയുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏറിയും കുറഞ്ഞുമൊക്കെ ശ്രീ നൗഷാദ് അലി ഈ നയങ്ങളൊക്കെ സ്വീകരിച്ചിട്ടില്ലേ? ഇതിപ്പോ പരസ്യമായി ഒരു നയപരമായ മാറ്റം അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഭരിക്കുന്ന കാലഘട്ടത്തിൽ സമാനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ മുമ്പും. അല്ല, ഇവിടെ അഭിലാഷ്, ഇവിടെ ഇത്തരത്തിലൊരു നയത്തോട് പരസ്യമായി താതാത്മ്യപ്പെടാൻ ഇവർക്ക് 35 വർഷം വേണ്ടി വന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പാർട്ടിയിൽ നിന്ന് ഈ മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് കേരളം എന്തു പ്രതീക്ഷിക്കണം? ഇവർ ഇന്നിൻ്റെ എല്ലാവിധ വികസന സംസ്കാരം, കാഴ്ചപ്പാട്, നയങ്ങൾ ഇതിനെയൊക്കെ പുൽകാൻ ഇത്ര വൈകുന്ന ഒരാളുകളാണെങ്കിൽ ഇവരെ എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ഭാവി ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നൊരു ചോദ്യം കേരളത്തിന് മുന്നിൽ സജീവമാകാൻ അവരുടെ ഈ പുതിയ നയങ്ങൾ തീർച്ചയായിട്ടും കാരണമാകും. രണ്ടാമതായിട്ട് ഞാനൊരു കാര്യം അഭിലാഷ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ട ഒരു കാര്യം, CPM-ന്റെ എല്ലാ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഇന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാനത്തെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ്. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവർക്കിന്ന് സമരങ്ങളോട് അലർജിയാണ്. ഇവർക്ക് തൊഴിലാളികളുടെ തൊഴിൽ സമയ ദൈർഘ്യം കൂട്ടണമെന്ന ആവശ്യത്തോടാണ് ഇവർക്ക് അടുപ്പം. ഇവർക്കെല്ലാ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളോടും ചേർന്ന് പോകുന്ന നിലയാണ് എന്നിവർ പരസ്യമായിട്ട് വലതുപക്ഷ സമീപനമാണ് ഇത് എന്നാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. കോൺഗ്രസ് കൂടുതൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ CPM കുറച്ച് വലത് പിടിക്കുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് സ്വാഭാവികമായും ചോദ്യങ്ങളായി ഉയർത്താം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ S ആദികേശവൻ, ഇപ്പോൾ കേരളം ഒരു വലിയ മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ്. OP ടിക്കറ്റിന് 5 രൂപ കൊടുക്കേണ്ടവരല്ല എല്ലാവരും. OP ടിക്കറ്റിന് 5 രൂപ കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി 500 രൂപയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റുന്ന ആളുകളാണ് മലയാളികളിൽ ഒരു വലിയ വിഭാഗം. അപ്പോൾ എല്ലാവരും ഒരേ തുക ഇതുപോലെയുള്ള ഫീസുകൾക്ക്, സേവനങ്ങൾക്ക് കൊടുക്കണോ, അതോ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം സൗജന്യ നിരക്കിൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുകയും കുറെ കൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടിയ തുകയ്ക്ക് മിഡിൽ ക്ലാസ് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്താൽ കുറെ കൂടി എന്താ പറയുക, സർക്കാരിനെ സംബന്ധിച്ചൊരു ഈസ് അത് ഉണ്ടാക്കും. ഇപ്പോൾ CPM 10 കൊല്ലം ഭരിക്കുമ്പോൾ ആ കാര്യത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ അധികാരത്തിലിരുന്ന UDF സർക്കാരിനോ LDF സർക്കാരിനോ ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ ജനവിരുദ്ധമെന്ന് ആക്ഷേപിക്കപ്പെടുന്ന നടപടികൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് ഒരു ടേണിംഗ് പോയിന്റായി മാറുകയാണ്. ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവായി താങ്കൾ കാണുന്നുണ്ടോ? അഭിലാഷ്, കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് അറിയാവുന്ന ആർക്കും മനസ്സിലാവും നമുക്ക് വിഭവ സമാഹരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും
ധനകാര്യ സമ്മർദ്ദം നമ്മുടെ ഖജനാവിൻ്റെ മുകളിൽ ധാരാളമായിട്ടും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമായി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഏത് സർക്കാരാണെങ്കിലും, സർക്കാർ ഏതോ ആയിക്കൊള്ളട്ടെ, അവരുടെ മുമ്പിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒന്നുകിൽ ചെലവ് ചുരുക്കുക, കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് കുറച്ച് പണം സേവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പുതിയ വിഭവസമാഹരണ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. അവിടെ 3 കാര്യങ്ങളാണിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ഇഷ്യൂസായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ സ്വകാര്യ മൂലധനത്തെ വെൽക്കം ചെയ്യുന്ന ഒരു സമീപനം, അത് CPM ആയതുകൊണ്ട്, അതൊരു രാഷ്ട്രീയപരമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇന്ന് സ്വകാര്യ മൂലധനമില്ലാതെ മൂലധന നിക്ഷേപത്തിനുള്ള ഒരു കെൽപ്പ് സർക്കാരുകൾക്കില്ല. ഞാൻ പറയുമ്പോൾ സർക്കാരുകൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരുകളാവട്ടെ കേന്ദ്ര സർക്കാരാവട്ടെ, അതുകൊണ്ടാണല്ലോ ഈ കമ്മി ബഡ്ജറ്റിംഗ് എന്നുള്ളത് നമ്മൾ സ്വീകരിച്ചതിൻ്റെ കാര്യം എന്താണ്? കാരണം സർക്കാരിൻ്റെ വരുമാനം ചിലവിനോടൊപ്പം എത്തുന്നില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ധനക്കമ്മി ബഡ്ജറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മുടെ നിത്യനിദാന ചെലവുകൾ നമ്മൾ നടത്തി വരുന്നു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ വിഭവസമാഹരണം ഒരു അത്യാവശ്യ കാര്യമായിട്ട് വരുന്നു. പ്രൈവറ്റ് ക്യാപിറ്റൽ നമുക്ക് കൂടാതെ പറ്റില്ല. അതിന് ലോകത്ത് നോക്കിയാലും നമ്മളിവിടുത്തെ CPM-നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചൈനയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ചൈന 1978-ൽ തന്നെ ഇപ്പോൾ ഡെങ് സിയോപിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ട് പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും കുഴപ്പമില്ല, അത് എലിയെ പിടിക്കണം. അതായത് പ്രാഗ്മാറ്റിസം, ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഞാൻ വെൽക്കം ചെയ്യുന്നു. കാരണം ഈ അടിസ്ഥാനപരമായി ആദർശം അല്ലെങ്കിൽ ആശയപരമായി എന്തൊക്കെ നിബന്ധനകളാണ് ഒരു സംസ്ഥാന സർക്കാരിന് വേണ്ടത് എന്നുള്ളത് പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഐഡിയോളജിയുടെ തീരുമാനമാണെങ്കിലും പ്രായോഗികമായി നോക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം അഭിലാഷ് പറഞ്ഞതുപോലെ ഈ യൂസർ ഫീയുടെ കാര്യം, അതായത് ഈവൻ സോഷ്യലിസം ഞാൻ വായിച്ച പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് ആൻഡ് ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. അതായത് ഓരോ ആളിൽ നിന്നും അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രത്തോളം തരുവാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ സ്വീകരിക്കുക, ഓരോ വ്യക്തിക്കും എത്രയാണോ ആവശ്യം അത്രത്തോളം കൊടുക്കുക. അങ്ങനെയാണല്ലോ ഈ ഇക്വിറ്റി പ്രിൻസിപ്പിളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സേവന മേഖലയിൽ പൈസ കൊടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും യൂസർ ഫീ അല്ലെങ്കിൽ മറ്റുള്ള ചാർജസ് ഈടാക്കുന്നതിന് ഒരു ഒബ്ജക്ഷനും ആർക്കും പറയാൻ പറ്റില്ല. ആൻഡ് വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ദേശീയ തലത്തിലെ പെർ ക്യാപിറ്റ ഇൻകത്തിനേക്കാളും ആളോഹരി വരുമാനത്തിനേക്കാളും 60-70% കേരളത്തിൻ്റെ ആളോഹരി വരുമാനം. കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കുറച്ചുകൂടി കൂടി നിൽക്കുന്നു. ആൻഡ് മാത്രമല്ല നമ്മളിപ്പം ചിലവാക്കുന്ന പൈസയും ഈ സർക്കാർ സംവിധാനങ്ങൾ ഈടാക്കുന്ന ചാർജസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, കാരണം മറ്റുള്ളവരിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ KWA വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്ന വെള്ളം ഒരു ഫിൽറ്ററിങ്ങോടുകൂടി, ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വെള്ളം പൈപ്പിൽ നിന്ന് കുടിക്കുമായിരുന്നു. ഇന്നൊരു പക്ഷേ വീട്ടിലെ ഒരു ഫിൽറ്ററേഷനോട് കൂടി നമുക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ആ കുടിവെള്ളത്തിന് നമ്മൾ എന്ന് പറയുമ്പോൾ LDF അല്ല, സർക്കാർ സംവിധാനം ചാർജ് ചെയ്യുന്നത് 4 പൈസ അല്ലെങ്കിൽ 10 പൈസയിൽ താഴെയാണ്. അതേ 1 ലിറ്റർ വെള്ളം നമ്മൾ 15 രൂപ കൊടുത്ത് മേടിച്ച് കുടിക്കാനായിട്ട് നമ്മൾ സന്നദ്ധരാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്, ഏതെങ്കിലും പബ്ലിക് സർവീസ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വിഭവം സമാഹരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ട് യൂസർ ഫീ കൂട്ടണം, മൂലധന നിക്ഷേപം പ്രൈവറ്റിൽ നിന്നാണെങ്കിലും നമ്മൾ സ്വീകരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ സർക്കാരിൽ നഷ്ടത്തിലോടുന്ന കമ്പനികളുടെ ഓഹരി വിറ്റഴിക്കുന്നു അല്ലെങ്കിൽ വിറ്റഴിക്കാൻ തയ്യാറാവുന്നു എന്നാണ് ഞാനിപ്പോൾ കേട്ടത്. പക്ഷേ അതിൽ ആശങ്കയുള്ളത് അങ്ങനത്തെ ഒരു സമീപനത്തോട് ഏത് പ്രൈവറ്റ് ക്യാപിറ്റലാണ് മുന്നോട്ട് വരിക? എൻ്റെ അഭിപ്രായത്തിൽ ലാഭകരമായിട്ട് നടക്കുന്ന സർക്കാർ കമ്പനികൾ അടക്കം ഓഹരി വിറ്റഴിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കണം. കാരണം പ്രൈവറ്റ് സെക്ടറിൽ 51% പോലും ഇല്ലാതെ ഇപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ കൺട്രോൾ ടാറ്റയുടെ കയ്യിലുള്ളത് വെറും 33% ഓഹരിയെ അവരുടെ കയ്യിലുള്ളൂ. 100% ഓഹരി വെച്ചാലേ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുള്ളൂ എന്നുള്ളതൊക്കെ പഴഞ്ചൻ യാഥാസ്ഥിതിക ചിന്താഗതിയാണ്. അതുകൊണ്ട് ഈ മാറ്റത്തിന് മൊത്തത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
യെസ്, എന്തായാലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കൈമാറുക എന്നുള്ളതല്ല, സ്വകാര്യ മൂലധനങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഈ പുതിയ പിണറായി വിജയൻ രേഖയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ശ്രീ പി കൃഷ്ണദാസ് ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതിനേക്കാൾ തീവ്രമായ നയങ്ങളാണ്, മുതലാളിത്ത നയങ്ങളാണ് BJP നടപ്പാക്കുന്നത്. BJP ഒരു വലതുപക്ഷ പാർട്ടിയാണ്. പക്ഷേ ഭരണകൂടം എന്നുള്ള നിലയിൽ വെൽഫെയറും അതുപോലെ തന്നെ ഈ ഭരണ നിർവഹണവും ഒരുപാട് കൊണ്ടുപോകേണ്ടതുണ്ട്, നിക്ഷേപങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് നിക്ഷേപങ്ങളുടെ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്തൊരു അപ്പ് കാണിക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായി നോക്കിയാൽ നമ്മൾ നിക്ഷേപം വളരെ കുറവുള്ള സംസ്ഥാനമാണ് കേരളം. പല കാരണങ്ങളുണ്ട്. അപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ നിക്ഷേപം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിന് തക്കതായ നിയമനിർമ്മാണങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നു. ഇത് ശരിയായ വഴിയാണോ തെറ്റായ വഴിയാണോ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ശ്രീ അഭിലാഷ്, CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുവിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ നേരത്തെ സ്വീകരിച്ചുകൊണ്ടിരുന്ന നയത്തിൽ വ്യതിയാനം വരുത്തുന്നു എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു പാർട്ടി സ്വാഗതം ചെയ്യേണ്ടതല്ല. അവർ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതായിരുന്നു, നേരത്തെ തിരുത്തേണ്ടതായിരുന്നു. അതിലവർ കുറച്ച് കാലതാമസം എടുത്തു എന്നുള്ളതാണ്. അതിനൊരു പ്രായോഗിക വശമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയെ സംബന്ധിച്ചാണെങ്കിലും ചൈനയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ അവർ സ്വീകരിച്ചിരുന്ന ഒരു നയം, ആ നയം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ രാജ്യങ്ങൾ തിരുത്തിയിരുന്നു. അവരുടെ സാമ്പത്തിക നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നയങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അവർ അന്തർദേശീയ തലത്തിൽ അവരുടെ ആദർശവും ആശയവും ഒക്കെ ഒരു ഭാഗത്ത് പറയുമ്പോഴും ആ രാജ്യങ്ങൾ അവരുടെ നിലപാടുകളിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തുകയും അവർ മുന്നോട്ട് പോകാനുള്ള കുതിച്ചുചാട്ടത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിച്ചിരുന്ന, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ, അവർ ഒരു സ്വകാര്യ വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങിയാൽ അതിനെതിരെ നിരന്തരമായി പ്രക്ഷോഭമായി രംഗത്ത് വരിക, ഒരു സ്ഥാപനം തുടങ്ങുക മാത്രമല്ല ഒരു കമ്പനി തുടങ്ങാൻ തയ്യാറായി വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക, ഈ തരത്തിൽ വ്യാവസായിക സംവിധാനങ്ങളുമായി വരുന്ന ആളുകൾക്ക് നിരുത്സാഹം നേരിടുന്ന ഒരു സാഹചര്യമാണ് അവരുടെ നയത്തിലുണ്ടായിരുന്നത്. ആ നയത്തിൽ അവർ തിരുത്തൽ വരുത്തുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഒരു നല്ല കാര്യമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. പക്ഷേ അതേസമയം തന്നെ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായിട്ടുള്ള നയത്തിൽ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ അവർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള പല നയങ്ങളിൽ പോലും ഇപ്പോൾ നിക്ഷേപകരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും പദ്ധതികളുമൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നൊരു വ്യവസായിക്ക് എന്തുകൊണ്ടാണ് തിക്താനുഭവം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്? മറ്റൊരു വ്യവസായിക്ക് അദ്ദേഹത്തിൻ്റെ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തുറന്നു പറയേണ്ട സാഹചര്യം എന്താണ് ഉണ്ടായത്? ഈ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് പോലും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ അതൊക്കെ ഇടതുപക്ഷ നയങ്ങൾ അവർ മാറ്റുന്നു എന്ന് പറയുമ്പോഴും പ്രായോഗിക തലത്തിൽ അവരുടെ അണികളും അവരുടെ ആളുകളും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ സമരരംഗത്തേക്ക് കടക്കുന്ന കാര്യത്തിൽ അവർ നിരന്തരമായി സമരരംഗത്തേക്ക് കടന്നുകൊണ്ട് ആ തരത്തിൽ വരുന്ന വ്യവസായങ്ങളെയും ആളുകളെയും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭാഗത്ത് നയം തിരുത്തുന്നു എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ തുടരേണ്ട ചില സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ടാകണം എന്ന് CPM ചിന്തിക്കുന്നു. അതേസമയം തന്നെ അതിലേക്ക് വരാൻ അവരുടെ അണികളും ആളുകളും നേതാക്കന്മാരും തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ സംശയം നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിലേക്ക് ഈ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട്, ഈ സംവിധാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എത്രത്തോളം ആളുകൾ അവരുടെ നിലപാടുകൾ അറിയിക്കും, അവരുടെ മൂലധനം മുടക്കാൻ വേണ്ടി തയ്യാറാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ നിലപാടുകൾ നേരത്തെ CPM ഒരു 20-25 വർഷം മുമ്പ് എടുക്കേണ്ട നിലപാടായിരുന്നു. കൂടുതൽ നിക്ഷേപം ഈ നയം മാറ്റം കൊണ്ട് വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇൻവെസ്റ്റ് കേരള മീറ്റിൽ ഒരുപാട് നിക്ഷേപ നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാകുമോ അതോ വാഗ്ദാനമായി തന്നെ നിൽക്കുമോ? അങ്ങനെ വ്യാവസായികമായ ഒരു മാറ്റത്തിലേക്ക് കേരളം മാറുമോ? ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശ്രീ BN ഹസ്കർ, ഇത് പിണറായി വിജയന്റെ ഒരു ദെങ് സിയാവോപ്പിംഗ് മൊമെന്റ് ആണോ? ചൈനീസ് മോഡലിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നു, കേരളത്തിന്റെ ദങ്ങായി പിണറായി വിജയൻ മാറുന്നു, അദ്ദേഹത്തിന്റെ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും ഇനി എലിയെ പിടിക്കാൻ പോവുകയാണോ? അല്ല, കേരളത്തെ നമുക്കൊരു ഒറ്റപ്പെട്ട തുരുത്തായി കാണാൻ കഴിയില്ല. ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത ബൂർഷ്വാ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക ഘടനയാണുള്ളത്. സ്വാഭാവികമായും ആ ഘടനയിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ കേരളവും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി മുതലാളിത്ത പാതയിൽ നിന്നിരുന്ന നല്ലതിനെ കാംക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നേരത്തെയും സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. അത് തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ സ്വീകരിക്കുന്നതിനു വേണ്ടി 2022 നവകേരളം എന്ന് പറയുന്ന ഒരു രേഖ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ എറണാകുളം സമ്മേളനം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കൊല്ലം സമ്മേളനത്തിൽ
നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന് പറയുന്നത് പുതിയ തീരുമാനങ്ങളിലേക്ക് മാറുന്നു. തീരുമാനം ഉണ്ടായ സമ്മേളനത്തിൽ തന്നെ ഹസ്കർ കാണേണ്ടത് മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു സിംഗിൾ ലൈൻ വിമർശനം പോലും ഇല്ലാതെയാണ് കൊല്ലത്ത് നാളെ സമ്മേളനം അവസാനിക്കുന്നത്. സാധാരണ നിലയിൽ 10 കൊല്ലമായി ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരു വിമർശനവും നേരിടാതെ വരുമോ? ഇപ്പോൾ ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് പറ്റാത്തവരായി ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞും മോർച്ചറിയിലെ ശ്മശാനത്തിലെ മൃതദേഹവും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും. പക്ഷേ ഒരു സിംഗിൾ വിമർശനം പോലും, ഒരു ഒറ്റ വരി വിമർശനം പോലും പിണറായി വിജയൻ നേരിടുന്നില്ല. നവകേരള രേഖയിൽ ചില ആശങ്കകൾ ചില ആളുകൾ പ്രകടിപ്പിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ, അപ്പോൾ കേരളത്തിലെ CPM സംഭവിക്കുന്നത്, താങ്കൾ ചൈനീസ് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അവിടെ ദെങ്ങിന്റെ കാലം കഴിഞ്ഞു, ഒടുവിൽ ഷീ ജിൻപിങ്ങിന്റെ കാലത്ത് പുതിയ ഒരു ഇസം തന്നെ അവിടെ നിലവിൽ വന്നു എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ പിണറായിസം മാർക്സിസത്തിന് ശേഷം നടപ്പാൻ പോവാണ്. ഒരിക്കലല്ല. അങ്ങനെ നമ്മൾ അതിനെ ചെറുതായി കാണരുത്. വിമർശകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സമ്മേളനങ്ങളിൽ എപ്പോഴും വിമർശനം ഉണ്ടാവാറുണ്ട്, സ്വയം വിമർശനം ഉണ്ടാവാറുണ്ട്. ഈ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും നിശ്ചയമായും വിമർശനവും സ്വയം വിമർശനവും ഉണ്ടായിട്ടുണ്ടാവും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് അതൊക്കെ ചോർത്തി കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ വസ്തുത. പ്രതിനിധികൾ പങ്കെടുത്തിട്ടുള്ള അവർ കൃത്യമായി അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്. ആ വിമർശനവും സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് രൂപീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായി പിണറായി വിജയന് കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ മികച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത മറച്ചുവെക്കാനില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ കൂടി ഫലവും വിശാല ബോധത്തോടുകൂടി അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം എടുത്തിട്ടുള്ള നടപടിക്രമമാണ്. അതാണ് 2022 നവകേരള രേഖ തന്നെ. ശരി, അതിൻ്റെ ഒരു ഫലസിദ്ധി എന്ത് എന്നൊരു അന്വേഷണം കൂടി പുതിയ രേഖയിൽ നടത്തിയിട്ടുണ്ട്. ഷിക്കെപ്പിൻ ഔഷാദ് അലി, അടുത്ത വർഷം ഇലക്ഷനാണ്. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി എടുത്തിട്ടുള്ളൊരു നിലപാട്, ഈ രേഖ അത് LDF-ൽ ചർച്ച ചെയ്യും, അതിനുശേഷം അത് പബ്ലിഷ് ചെയ്യും. CPM-ന്റെ ഇപ്പോഴത്തെ ആലോചന അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് അതിൽ മാൻഡേറ്റ് വാങ്ങി 3ാം വട്ടം അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ 3ാം ഭരണം, ഇനിയും ഒരു തുടർ ഭരണം എന്നുള്ളതാണ് മുഖ്യമായ അജണ്ട. അല്ലാതെ അവസാന വർഷത്തിൽ നിൽക്കുന്ന ഒരു സർക്കാർ എങ്ങനെ വർത്തമാനകാല കേരളത്തെ ഭരിക്കാമെന്നുള്ളതല്ല, ഭാവി കേരളത്തെ നയിക്കാമെന്നുള്ളത് ആലോചിക്കും എന്ന് നമ്മൾ കരുതുമ്പോൾ കൃത്യമായി അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു പ്ലാൻ വരുന്നത് ഇനിയും ഒരു ഭരണം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ. അഭിലാഷ്, ഇവിടെ ഇപ്പോൾ ഈ കൊല്ലം സമ്മേളനത്തിൽ CPM അവതരിപ്പിച്ച ഈ നയരേഖകളും നയവ്യതിയാനങ്ങളും ഒക്കെ 1980കളുടെ 2ാം പകുതിയിൽ റഷ്യയിൽ ഗോർബച്ചേവ് അവതരിപ്പിച്ച ഗ്ലാസ്നോസ്റ്റിനും പെരിസ്ട്രോയ്ക്കും ശേഷം റഷ്യയും ഗോർബച്ചേവും ഒക്കെ നേരിട്ട അതേ ഗതിയാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും ഗോർബച്ചേവും നേരിട്ട അതേ ഗതിയാണ് CPM-നെയും പിണറായി വിജയനെയും കാത്തിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 35 വർഷമായി മുഖം തിരിഞ്ഞുന്ന നയങ്ങളൊക്കെ അവർ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. ഇത്തരത്തിലൊരു വൈകി ഓടുന്ന വണ്ടിയെ എന്തിന് കേരളം സഹിക്കണം എന്നുള്ള വലിയ ചോദ്യമാണ് ഈ പറഞ്ഞ നവകേരള നയരേഖകളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, പിണറായി വിജയനെതിരെ ഒരു നേരിയ അപശബ്ദം പോലും ഉയരാതെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം എന്ന് പാടത്തക്ക രീതിയിൽ, അങ്ങനെ സമാപിക്കത്തക്ക രീതിയിൽ നടത്തിയ ഒരു ഇവന്റ് മാനേജ്മെൻറ്റ് സമ്മേളനമാണ് കൊല്ലത്ത് പര്യവസാനിക്കുന്നത്. ഇത്തരമൊരു പാർട്ടിയിൽ നിന്ന് എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് കേരളം പ്രതീക്ഷിക്കേണ്ടത്? 2026 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 80 വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയാവും. ഈ പിണറായി വിജയൻ കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരാളെ പറ്റിയുള്ള സംസാരമോ ചർച്ചയോ പോയിട്ട് വിദൂര ചിന്തക്ക് പോലും ഇടമില്ലാതെ ഏകാധിപത്യത്തിൻ്റെ കളമാക്കി മാറ്റിയിട്ടാണ് പിണറായി വിജയൻ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ മാർക്സിസം ഒക്കെ പടിയിറങ്ങിക്കൊണ്ട് പിണറായിസത്തെ അദ്ദേഹം അവിടെ പുനഃപ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ വേളയിലാണ് നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയിലേക്കും കോൺഗ്രസിലേക്കും നോക്കേണ്ടത്. കോൺഗ്രസ്സിൽ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടല്ലോ, ഒരുപാട് നേതാക്കളുണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എന്ന്. അതെ, ഞങ്ങൾ നേതാക്കളാൽ സമ്പന്നമായ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ 6 or 7 പേരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രാപ്തരായിട്ട് കേരളം കരുതുന്നുണ്ട്. അത്തരത്തിലുള്ള നേതാക്കളുടെ കൂട്ടായ മികവും സംയോജിത മുന്നേറ്റവുമാണ് ഐക്യജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുക. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം 80 പിന്നിട്ട നോൺ പ്രൊഡക്റ്റീവായ ജരാനരകൾ ബാധിച്ച കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന മധ്യവർഗ താല്പര്യത്തിൻ്റെ പാണൻ്റെ പാട്ടുപോലെ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെയാണ് CPM ഇവിടെ മുമ്പോട്ട് ഇപ്പോഴും വെക്കുന്നത്. ഒരു രണ്ടാമൻ പോയിട്ട് ഒരു 10ാമനെ പോലും തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത ഈ 80 പിന്നിട്ട പിണറായി വിജയനിൽ നിന്ന് നിങ്ങൾ ഏത് 3ാം ഭരണമാണ് അഭിലാഷയെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
നാളത്തെ മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് ഈ കേരളീയ യുവത്വത്തിൻ്റെ ചിന്തകൾക്ക് ചാരുത പകർന്നു പോകാൻ പാകത്തിലുള്ള സമ്പന്നമായ നേതൃവിഭവശേഷിയുള്ള കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയുടെ മുന്നേറ്റമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ആ മുന്നേറ്റത്തിന് മുന്നിൽ ഇവർ ടിയാനൻമെൻ സ്ക്വയറിൽ അതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പേടിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഓക്കെ, ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. ഇവിടെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഭാസ്കർ, നേരത്തെ നമ്മൾ പിണറായി വിജയൻ കേരളത്തിന്റെ ഡെങ് സിയാവോപിങ് ആകുമോ എന്ന് ചോദിച്ചു. പിണറായി വിജയൻ കേരളത്തിന്റെ മിഖായൽ ഗോർബച്ചേവ് ആകാനും സാധ്യതയുണ്ടോ? പിണറായി വിജയന്റെ പെരിസ്ട്രോയിക്കയാണോ ഈ നവകേരളം, പുതുവഴികൾ, നവരേഖ? അങ്ങനെയല്ല, ഒരിക്കലും അതിനെ അത്തരത്തിലല്ല കാണേണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലംബിച്ചിട്ടുള്ള ആ തിരുത്തലുകൾ പോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന നവകേരളത്തിൻ്റെ പുതുവഴികൾ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കേരളത്തെ മാറ്റിമറിക്കുന്നതിന്, ഉഴുതുമറിക്കുന്നതിനാവശ്യം നമുക്കറിയാം. കേരളത്തെ സംബന്ധിച്ചുള്ള ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു. അതിനുശേഷം ജനകീയാസൂത്രണം വന്നു, അതിനുശേഷം വിദ്യാഭ്യാസ നിയമങ്ങൾ വന്നു, ഇത് സാക്ഷരതാ യജ്ഞം വന്നു. അതുപോലെ തന്നെ കിഫ്ബി, നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉയർത്തുന്നതിന് വേണ്ടി കേരളത്തിൽ വിപ്ലവാത്മകമായ നിലപാടെടുത്ത് കിഫ്ബിയാണ്. അതുപോലെ തന്നെയാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന ഈ രേഖയിലൂടെ കേരളത്തെ ആകമാനം മാറ്റിമറിക്കുന്നതിന് ഈ രേഖയ്ക്ക് കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ശരി, കേരളത്തെ ആകമാനം മാറ്റിമറിക്കുന്നതിന് ഈ നവകേരള രേഖയ്ക്ക് കഴിയും എന്ന ആത്മവിശ്വാസം കൊള്ളുന്നവരുണ്ട്. ഈ റീസ്ട്രക്ചറിംഗ് ആണ്, ഈ റീസ്ട്രക്ചറിംഗ്, കാഴ്ചപ്പാടുകളുടെ റീസ്ട്രക്ചറിംഗ് എങ്ങനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ രാഷ്ട്രീയമായി സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു ഇടവേളയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും. എന്താകും CPM സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ എസ് ആദികേശവൻ, ഈ നയങ്ങൾ നടപ്പാക്കിയാൽ എന്തു സംഭവിക്കും? കേരളത്തിൽ സർക്കാർ സേവനങ്ങളുടെ ഫീസുകൾ ഉയർത്തിയാൽ, വെള്ളക്കരമടക്കം എന്തുയർത്തിയാലും വലിയ സാമൂഹിക സമ്മർദ്ദം നേരിടും. സ്വാഭാവികമാണത്. നമ്മളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് പ്രിൻസിപ്പിളിലാണ് കേരളം ഭരിക്കുന്ന രണ്ട് മുന്നണികളും കേരളം ഇതുവരെ ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നയം നടപ്പാക്കിയാൽ വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് ഇട നൽകില്ലേ? നമുക്ക് മറ്റു ചില സംസ്ഥാനങ്ങളുടെ, ബംഗാളിൻ്റെയൊക്കെ ഉദാഹരണം മുമ്പിൽ ഉണ്ട് താനും. അതുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ നയം നടപ്പാക്കാനുള്ള ആർജവം ഈ സർക്കാരിനുണ്ടാവുമോ? അതോ നടപ്പാക്കലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഓർത്ത് പിൻവലിയാനും സാധ്യതയുണ്ടോ? അഭിലാഷ് ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ കേരള മോഡൽ എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേരള മോഡൽ എന്നുള്ളത്, ഞാനതിനെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടുകക്ഷി ഫോർമേഷൻ LDFൻ്റെയോ UDFൻ്റെയോ ആയി കാണുന്നില്ല. പരമ്പരാഗതമായും ചരിത്രപരമായുള്ള കാരണങ്ങൾ കൊണ്ട്, പിന്നെ അതുകൂടാതെ ഭരണത്തിൻ്റെ പല നടപടികളുടെയും ഫലമായി നമുക്ക് കേരള മോഡൽ എന്നുള്ള ഒരു സംവിധാനം കിട്ടി. അതിൻ്റെ നല്ല വശങ്ങളുണ്ട്, അത് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം, അത് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് നീതി ആയോഗ്, കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗിൻ്റെ കണക്കടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും കേരളമാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞു നിൽക്കുന്നത്. അപ്പം അങ്ങനെ അഭിമാനിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ മോഡൽ പഴയ സംവിധാനം വെച്ചുകൊണ്ട്, അതായത് ഈ മുതലാളിത്തത്തിനെ കുറിച്ചുള്ള യാഥാസ്ഥിതികമായ ഒരു കാഴ്ചപ്പാട്, ഇപ്പം നമ്മൾ സാധാരണ ഇവിടെ പല ചർച്ചകളിലും പറഞ്ഞു കേൾക്കുന്നതാണല്ലോ, അദാനി അംബാനി രണ്ട് പേരുകൾ. അതായത് ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കമ്പനി ഉണ്ടാക്കി നടപ്പിലാക്കുന്ന ആൾക്കാരെ, അവരെ ഒരു പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവരെ അന്യവൽക്കരിച്ചുകൊണ്ട് നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഈ അദാനി അംബാനി എന്ന് പറയുന്നവരാണ് നമ്മൾ ഈ പ്രൈവറ്റ് ക്യാപിറ്റൽ വരട്ടെ. അല്ല, പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ നയപരമായ ഒരു മാറ്റം വരുന്നുണ്ടോ? ഇപ്പോൾ ദേശീയ തലത്തിൽ അദാനിയും അംബാനിയും, അദാനിക്ക് കേരളത്തിലും ബിസിനസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ പണക്കാരായ ആളുകളുണ്ട്, MA യൂസഫ് അലിയുണ്ട്, രവി പിള്ളയുണ്ട്, മറ്റ് പ്രമുഖരായ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റീസ്ട്രക്ചറിങ് പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ളൊരു കാര്യത്തിന് പണം മുടക്കാൻ തയ്യാറാവുമോ എന്ന് മാത്രമല്ല, അത് മുടക്കുന്നതൊക്കെ ഈസിയാവും. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്, ക്രോണി ക്യാപിറ്റലിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അത്? പല സംഗതികളും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു യൂസഫ് അലി അല്ലെങ്കിൽ XY ഇവിടെ പണം മുടക്കിയാൽ അയാൾക്ക് എന്താണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം എന്നുള്ള ഒരു ചോദ്യം വരും. ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ചോദ്യം അവിടെ വരുമല്ലോ. അതെ, അതായത് മൂലധന നിക്ഷേപം നടത്തുന്ന ആൾക്കാരെ അന്യവൽക്കരിക്കാതെ, അവരെ അപരമായിട്ട് കാണാതെ,
വെൽത്ത് ക്രിയേറ്റേഴ്സായിട്ട് നമുക്ക് ജോലി സാധ്യത തരാൻ കെൽപ്പുള്ള ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഇപ്പോൾ അദാനി ഇന്നലെ ഞാൻ വാർത്ത കണ്ടു, ഈ ലിഫ്റ്റ് മറ്റേ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ ട്രെയിൻ ചെയ്ത് അവർ ക്രെയിൻ ഓപ്പറേറ്റേഴ്സായിട്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമല്ലേ. വലിയ ജോലി സാധ്യത അവിടെ ഉണ്ടാക്കിയെന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ പോർട്ട് വന്നതോടുകൂടി ചില വളരെ വ്യക്തമായ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ അഭിലാഷ്, നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു ഉദാഹരണം നമ്മുടെ കേരളത്തിനുണ്ട്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് ഈ PPP മോഡൽ എന്നിപ്പോൾ പറയുന്നത് നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചാണെങ്കിലും CIAL എന്ന് പറയുന്നത് ആ PPP മോഡലിൻ്റെ മകുടോദാഹരണമാണ്. ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രൈവറ്റ് എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കാരണം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് 33% ഓഹരി പങ്കാളിത്തമുള്ളൂ ആ കമ്പനിയിൽ. ഇപ്പോൾ 1000 കോടി വരുമാനവും 400 കോടിയോളം നെറ്റ് പ്രോഫിറ്റും നേടാനായിട്ട് ആ കമ്പനിക്ക് സാധിക്കുന്നു. അതിൽ ഈ പറഞ്ഞ ലുലു ഗ്രൂപ്പിന് 12-11% കണക്ക് ഓർമ്മയില്ല, എന്തായാലും നല്ലൊരു ഓഹരി പങ്കാളിത്തമുണ്ട്. 10,000-ഓളം പ്രവാസി മലയാളികൾക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്. നാട്ടിലെ വേറെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിനും അതിൽ പങ്കാളിത്തമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേപോലത്തെ സംവിധാനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തർക്കം അദാനി അംബാനി, ഞാൻ ആ പേര് പറയാൻ കാരണം ആ പേര് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രൈവറ്റ് ക്യാപിറ്റലിനെ മൊത്തമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നാൽ നമുക്ക് റെഗുലേഷൻ കൊണ്ട്, നിയന്ത്രണം കൊണ്ട്, സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് എക്സസസ്, അതായത് ഈ ഇവിടുത്തെ ഇത് ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം വരുന്നു, തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള സംവിധാനമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ശക്തിയും നമ്മുടെ ഗവൺമെൻറ്റിനില്ലേ. അപ്പം നമ്മൾ എന്തിനാണ് ഇവരെ പരമ്പരാഗതമായി മറ്റേ ഒരു ഒരു പടത്തിൽ സിനിമയിലെ ഒരു ഇതുണ്ടല്ലോ, അച്ഛനാണോ തിലകൻ പുറകിൽ വന്ന് നിൽക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഞെട്ടി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം തിരിഞ്ഞു നോക്കിയിട്ട് പറയും അച്ഛനായിരുന്നു, ഞാൻ വിചാരിച്ചു വല്ല കുത്തക മുതലാളിയായിരിക്കും. കാരണം കുത്തക മുതലാളി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടാൻ മാത്രം ഉണ്ടോ എന്നുള്ളത് ഈ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കണം. അവിടെ നയത്തിൻ്റെ ഒരു വ്യതിയാനം എന്നല്ല ഞാൻ പറയുന്നത്, നയം മാറ്റുക അല്ലെങ്കിൽ നയം തിരുത്തുകയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. യെസ്, ആ മാറ്റത്തിലേക്കാണ് കടക്കുന്നത് എന്ന് തോന്നുന്നു. അവിടെ ശ്രീ പി കൃഷ്ണദാസ്, ഇപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ചാണല്ലോ ആലോചിക്കുന്നത്. ഇപ്പോൾ CPM, കോൺഗ്രസ്, BJP 3 രാഷ്ട്രീയ കക്ഷികളുണ്ട്. രാഷ്ട്രീയമായ വിഷയങ്ങളിൽ നിങ്ങൾ പരസ്പരം പോരാടുകയും ചെയ്യും. പക്ഷേ ഭാവി കേരളത്തിന് എന്ത് വേണം എന്നാലോചിക്കുമ്പോൾ കേരളം കുറേ കാര്യങ്ങളിൽ മുമ്പിലാണ്. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് സാമൂഹ്യ വികസന മാനദണ്ഡങ്ങളിൽ കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു, ഇന്ത്യക്ക് മാതൃകയാണ്. അതേസമയം വ്യവസായ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ കേരളം പിറകിലാണ്. നമ്മുടെ ഇന്ത്യൻ GDPക്ക്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് 3.4% കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അത് വർദ്ധിക്കണം. കേരളം പോലത്തെ ഇത്രയും നോളജ് ക്യാപിറ്റലുള്ള ഒരു സ്ഥലം കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലാവേണ്ടതാണ്. അപ്പോൾ അതിനി വേണ്ടത് നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഒരു വലിയ അഡ്വാൻറ്റേജായി നിൽക്കുമ്പോൾ ഇനി വേണ്ടത് മൂലധന നിക്ഷേപമാണ്. അതിനാവശ്യമായ സമീപനം ആര് സ്വീകരിച്ചാലും അതിന് കോൺഗ്രസ് ആണോ BJP ആണോ CPM ആണോ നോക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ അഭിലാഷ്, അതിന് കാലങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ ആരാണ് തടസ്സമുള്ളത്? കേരളത്തിലെ വൽക്കരണത്തെ സംബന്ധിച്ചാണെങ്കിലും, വ്യവസായങ്ങൾ, പുതിയ സംരംഭങ്ങൾ പുതുതായി സ്വകാര്യ മേഖലയിൽ വരുന്നതിനെ സംബന്ധിച്ചാണെങ്കിലും എക്കാലത്തും തടസ്സമായി നിൽക്കുന്നതും നയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും തടസ്സമായി നിൽക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ടേണിലും സൂചിപ്പിച്ചത്, കേരളത്തിലൊരു പുതിയ വ്യവസായം കൊണ്ടുവരാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളത് ഇപ്പോഴും ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന ഇൻവെസ്റ്റ് കേരളയെ സംബന്ധിച്ചുള്ള പ്രോഗ്രാമിൽ നമ്മൾ വന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളുടെ ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഓഫറുകൾ, അതല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫറുകളല്ലാതെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കമ്പനി തുടങ്ങുന്നതിനെ സംബന്ധിച്ച്, ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഓഫറുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രധാനപ്പെട്ട കാരണം സർവീസ് സെക്ടർ ആണല്ലോ
കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത് സർവീസ് സെക്ടറിനാണല്ലോ. കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ലാൻഡ് അവൈലബിലിറ്റി, ഈ നമ്മുടെ ജനസാന്ദ്രത, ഈ രണ്ട് കണക്കാക്കി കഴിഞ്ഞാൽ വലിയ വ്യവസായശാലകൾ തുടങ്ങി മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ തുടങ്ങാനുള്ള സാഹചര്യം പരിമിതമാണ്. അപ്പോൾ ശരിക്കും ഒരു നോളജ് ബേസ്ഡ് എക്കോണമിയായി മാറുക, അതിൽ സർവീസ് സെക്ടറിൽ കൂടുതൽ സാധ്യതകൾ വരുന്നു എന്നതിനെ ഒരു കുഴപ്പമായി കാണുന്നത് എന്താണ്? അതല്ലേ നമ്മുടെ സാധ്യത, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവിടെയല്ലേ കിടക്കുന്നത്? അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അഭിലാഷ്, ഇപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ട മേഖല എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ്. കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ടൂറിസം മേഖലയിലൂടെയാണ് പണം എത്താനുള്ള സാധ്യതയും അതിൻ്റെ സംരംഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉള്ളത്. പിന്നെ ഒന്നാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പദ്ധതികൾ. അതിൽ രണ്ടിലും ആരെങ്കിലും തടസ്സമുണ്ടായിരുന്നോ? ആ തടസ്സമുണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മേഖലയാണ്. ആ മേഖലയിൽ നമ്മൾ മാറുന്നു. ഇപ്പോൾ നമ്മൾ റഷ്യയിലെ നയമാറ്റത്തെ സംബന്ധിച്ച്, ചൈനയിലെ നയമാറ്റത്തെ സംബന്ധിച്ച് ഒക്കെ ഇതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബംഗാളിലും ത്രിപുരയിലും അവർക്ക് ഭരണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം അവർ സ്വയം വിലയിരുത്തിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തമാശയായിട്ട് പോലും പറയുന്നത് ബംഗാളികൾ കേരളത്തിലേക്ക് തൊഴിലെടുക്കാൻ വേണ്ടി വരുന്നു. എങ്ങനെ സംഭവിച്ചു ഇത്? വർഷങ്ങൾ കൊണ്ട് 25-30 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ കേരളത്തിലേക്ക് വന്ന് വീണ്ടും ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കേരളത്തിലേക്ക് വന്ന് അവിടുത്തെ ആളുകൾക്ക് തൊഴിലെടുക്കേണ്ട ചോദ്യം, ബംഗാളിൽ നിന്ന് മാത്രമാണോ കേരളത്തിലേക്ക് തൊഴിലെടുക്കാൻ ആളുകൾ വരുന്നത്? ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നവർ, മധ്യപ്രദേശിൽ നിന്ന് വരുന്നവർ, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നവർ, ബീഹാറിൽ നിന്ന് വരുന്നവർ, എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ കൂലി കൂടുതലായതുകൊണ്ടാണ്. ഒറീസയിലെ ദരിംഗ്ബാഡി എന്ന് പറയുന്ന ബ്ലോക്കിന്റെ ഗൾഫ് എന്നറിയപ്പെടുന്നത് കേരളമാണ്. കാരണം ആ ബ്ലോക്കിലെ പകുതിയോളം ആളുകളാണ് കേരളത്തിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്നത്. അവർ 230 രൂപയാണ് ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കൂലിയെങ്കിൽ ഇവിടെ അവർക്കത് 700 രൂപയാണ്. അപ്പോൾ അത് വെസ്റ്റ് ബംഗാളിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ, മുഴുവൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കേരളത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അതിവിടെ ഉയർന്ന കൂലി ഉള്ളതുകൊണ്ടാണ്, ഉയർന്ന ജീവിത സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അതൊരു സ്വാഭാവിക പ്രക്രിയയല്ലേ? നമ്മളതിനെ ബംഗാളിൽ CPM ഭരിച്ചു മുടിച്ചതുകൊണ്ട് ബംഗാളികളെല്ലാം ഇവിടെ വന്ന് പണിയെടുക്കാൻ വരുന്നു എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ ദുർബലമായിട്ടുള്ളൊരു വാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഭിലാഷ്, ഞാൻ ഒരു പൊതു സംസ്ഥാനങ്ങളുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിലയിരുത്തണമെന്നുള്ള അടിസ്ഥാനത്തിലല്ല അത് സൂചിപ്പിച്ചത്. ഇടതുപക്ഷ നയത്തിൽ എന്തുകൊണ്ട് മാറ്റം വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നയത്തിൽ മാറ്റം വന്നാണെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിച്ചൊരു സംസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഉദാഹരണം സൂചിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നയത്തിലേക്ക് ഇടതുപക്ഷ നിലപാടുകൾ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സൂചിക. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ പുതുതായി എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു നിലപാടുകളുടെ മാത്രം സാഹചര്യത്തിലാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു മുന്നണിയുമായി മാത്രമേ ഇനി ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അങ്ങനെ മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ. അപ്പോൾ അവരുടെ നയവും അവരുടെ നിലപാടുകളും പലപ്പോഴും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുകയോ അവരുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നതല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു സാധാരണ നിലക്ക് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് അവരുടെ നയം മാറ്റം, ചുവടുമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് അത് ആഗോള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കമ്മ്യൂണിസം ലോകരാജ്യങ്ങളിൽ തകർന്നുപോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവർക്ക് നയമാറ്റം ഉണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാണെങ്കിൽ എന്നേ കമ്മ്യൂണിസം മാറണമായിരുന്നു, എന്നേ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ നയമാറ്റം ഉണ്ടാകണമായിരുന്നു. ഇപ്പോൾ അവർക്കുള്ളത് കഴിഞ്ഞ 2 ടേമായി BJP കേന്ദ്രം ഭരിക്കുമ്പോൾ അവർക്ക് കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകണം. കോൺഗ്രസിന്റെ നയം എന്താണ്? കോൺഗ്രസിന്റെ നയത്തോടൊപ്പമാണ് പശ്ചാത്തലത്തിലാണ് ഈ നയം മാറ്റം എന്നാണ് അങ്ങ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ ആവട്ടെ. എനിക്ക് ശ്രീ അസ്കറിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ എസ് ആദികേശവൻ, ഇവിടെ ഇപ്പോൾ CPM പ്രോ ബിസിനസ് ആയാൽ, ഗവൺമെന്റ് പ്രോ ബിസിനസ് ആയാൽ കേരളത്തിലേക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരും എന്നൊരു ചോദ്യം നമ്മൾ പരിഗണിക്കണമല്ലോ. അതിപ്പോൾ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകളാവട്ടെ, പ്രവാസികളാവട്ടെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വിദേശത്തുള്ള കോർപ്പറേറ്റുകളാവട്ടെ, കേരളത്തിൽ എവിടെ എന്ത് കാര്യത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന പ്രശ്നം വരുന്നു. അപ്പോൾ നമ്മുടെ ലാൻഡ് അവൈലബിലിറ്റിയുടെ പ്രശ്നം, ജനസാന്ദ്രതയുടെ പ്രശ്നം, മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള പരിമിതികൾ, ഇൻഫ്രാസ്ട്രക്ചറുടെ പ്രശ്നം, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ കേരളത്തിൽ തുടങ്ങി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇൻവെസ്റ്റ് കേരള നടന്നു. കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ എവിടെ, എങ്ങനെ? അഭിലാഷ്, അവിടെ 4-5 മേഖലകളെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് പൊതുവേ ഒരു രാഷ്ട്രീയ സമവായം പോലുമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ടൂറിസം, അത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ടൂറിസം മേഖലയിലെ സാധ്യതകൾ മുഴുവനായിട്ടും നമുക്ക് മുതലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ ടൂറിസം മേഖല പരിപോഷിക്കാനായിട്ട് ടൂറിസം മേഖലയിലെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനായിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകാര്യമാവണം. ഹോസ്പിറ്റൽസ്,
മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്കറിയാം. നഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും കേരളത്തിലെ ഹോസ്പിറ്റൽസ് ഇൻ്റർനാഷണൽ ലെവലുമായിട്ട് കിടപിടിക്കാൻ തക്കവണ്ണമുള്ള നിലവാരത്തിലാണ് പൊതുവെ നിൽക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ പുതിയ നിക്ഷേപം സ്വീകരിക്കാനായിട്ട് സ്വകാര്യ നിക്ഷേപം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പിന്നെ വിദ്യാഭ്യാസം, നമുക്ക് പരമ്പരാഗതമായി നമുക്ക് എല്ലാം അഭിമാനമുള്ള 100% ലിറ്ററസിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ ബിയോണ്ട് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ലോകോത്തരങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് എന്തുകൊണ്ടുണ്ടായിക്കൂടാ? അവിടെ ഈ ജനസാന്ദ്രതയുടെ മറ്റും ഒരു പ്രശ്നമൊന്നും വലുതായിട്ട് വരുന്നില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം എന്താണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രസക്തമാവുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ, അതിനെക്കുറിച്ച് ബജറ്റിലോ ഒക്കെ എന്തോ പരാമർശം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അഭിലാഷ്, ഇപ്പം ഇന്ത്യയിൽ 1600ഓളം ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ, അതായത് വലിയ വൻപൻ ബഹുരാഷ്ട്ര കമ്പനികളുടെ ബാക്ക് ഓഫീസ് പോലത്തെ സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രധാനമായിട്ടും അത് കർണാടക, ബാംഗ്ലൂർ, ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗുരുഗ്രാം എന്നുള്ള പ്രദേശത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. GCCക്ക് നമുക്ക് നല്ല സാധ്യതയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ ഇതിനകം തന്നെ ടെക്നോ പാർക്കിൽ എനിക്ക് തോന്നുന്നു ENY അവരുടെ ഒരു വലിയ സംവിധാനം ഇവിടെയുണ്ട്, നിസ്സാൻ്റെ സംവിധാനമുണ്ട്. ആ GCCയുടെ സാധ്യത, IT സംബന്ധമായിട്ടുള്ള ബാക്ക് ഓഫീസ് സാധ്യതകൾ, ഇതെല്ലാം നമുക്ക് മുതൽക്കൂട്ടാണ്. ഇതിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സമവായമുണ്ടെങ്കിൽ സ്വകാര്യ മൂലധനം വരും, ആൾക്കാർക്ക് ജോലി കിട്ടും. നമ്മുടെ പരിസ്ഥിതിക്കോ മറ്റോ ഒന്നും ആശങ്ക കൂടാതെയുള്ള വികസനം നമുക്ക് നേടുവാൻ സാധിക്കും. അവിടെയാണ് അതായത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പ്രതിഫലിച്ച ഇതിനെല്ലാം സ്ഥായിയായിട്ടുള്ള ഏത് ഗവൺമെൻറ് വന്നാലും നയം മാറാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമവായം നമുക്ക് അത്യാവശ്യമാണ്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു നയവും പ്രതിപക്ഷത്താണെങ്കിൽ വേറൊരു നയവും എന്നുള്ള സങ്കുചിതമായ നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൊതുവെ അങ്ങനത്തെ സമീപനം വന്നാലേ നാടിന് നമുക്ക് ഗുണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, കേരളത്തിൻ്റെ വികസനം ത്വരിതപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നാം ഓർക്കേണ്ടത് അഭിലാഷ്, വളരെ ദുഃഖകരമായ ഒരു കാര്യം, കഴിഞ്ഞ 2 വർഷം 23, 24 ആൻഡ് 22, 23 ഈ കണക്കുകൾ മാത്രമേ പ്ലാനിംഗ് ബോർഡിൻ്റെ ഇക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൂ. 24, 25 കണക്കില്ല. ഈ 2 വർഷവും കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച ദേശീയ ആവറേജിനേക്കാളും കുറവായിരുന്നു. SDP ലോവർ ദൻ GDP ഗ്രോത്ത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് നേരിടേണ്ട പ്രശ്നം വികസനം, വളർച്ച എന്നുള്ളത് തന്നെയാണ്. ശരി, അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട മേഖല തന്നെയാണ്. ഇവിടെ ശ്രീ ഭാസ്കർ, ഈ ഇടതുപക്ഷ സർക്കാരുകൾക്ക് അധികാരത്തിൽ കുറേ നാൾ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നയം മാറ്റിയാലോ എന്നൊക്കെയുള്ള ആലോചന വരുന്നത്. നമ്മളിപ്പോൾ ചൈനയുടെ ഉദാഹരണം പറഞ്ഞു, അത് സക്സസ്ഫുള്ളായി. റഷ്യയുടെ, സോവിയറ്റ് യൂണിയൻ്റെ ഉദാഹരണം പറഞ്ഞു, അത് പെരിസ്ട്രോയിക്കോടുകൂടി പൊളിഞ്ഞു. ഇന്ത്യൻ ഉദാഹരണം എടുക്കൂ. ഇതേപോലെ കുറേ കാലം അധികാരത്തിലിരുന്നപ്പോഴാണ് 2006 ബംഗാളിലെ CPM തോന്നുന്നത് നമുക്ക് നയം മാറ്റണം, കൂടുതൽ ബിസിനസ് ഫ്രണ്ട്ലി ആവണം, പ്രോ ബിസിനസ് ആവണമെന്ന്. എന്തു സംഭവിച്ചു? ബുദ്ധദേവ് ഭട്ടാചാര്യ 2006 മുതൽ സ്വീകരിച്ച നയസമീപനങ്ങളെ തുടർന്ന് അവർ ടാറ്റയെ സ്വാഗതം ചെയ്യുന്നു, ടാറ്റയെ സിംഗൂരിലേക്ക് കൊണ്ടുവരുന്നു, സലീം ഗ്രൂപ്പിനെ നന്ദിഗ്രാമിലേക്ക് കൊണ്ടുവരുന്നു. ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കുന്നു. ആ 2006 ബുദ്ധി ഉദിച്ച് 2011 ആകുമ്പോഴേക്ക് ഇടതുമുന്നണിയുടെ ഭരണം പശ്ചിമ ബംഗാളിൽ അവസാനിക്കുന്നു. പിന്നീട് ഒരു തവണ പോലും CPM അധികാരത്തിന്റെ പരിസരങ്ങളിലേക്ക് പശ്ചിമ ബംഗാളിൽ എത്തി നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബംഗാളിന്റെ ഒരു ഉദാഹരണം ഇവിടെ നിൽക്കുമ്പോഴാണ് ബംഗാൾ മോഡൽ നയമാറ്റത്തിന് ഇവിടെ തയ്യാറെടുക്കുന്നത്. അഭിലാഷ്, ഇതിൽ കാണേണ്ടത് കേരളത്തിലെ നവകേരളത്തിൻ്റെ പൊതു വഴികൾ എന്ന രേഖ ഊന്നി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. പശ്ചിമ ബംഗാൾ ഒരു പാഠമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ CPM സംബന്ധിച്ചിടത്തോളം. പശ്ചിമ ബംഗാൾ നൽകിയിട്ടുള്ള അനുഭവ പാഠം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഈ വികസന മാതൃക സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുള്ള വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടി സ്വകാര്യവൽക്കരണത്തെ ശ്രമിച്ചതോടുകൂടി പശ്ചിമ ബംഗാളിൽ CPM അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ഥിതി മറിച്ചാണ്.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശേഷി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്ന മനുഷ്യ വിഭവശേഷിയിൽ അധിഷ്ഠിതമാണ്. ഇവിടെ നോളജ് ബേസ്ഡ് എക്കണോമിയാണ് വരാനുള്ളതിൻ്റെ ഏക സാധ്യത. അപ്പോൾ അതിലൂന്നിക്കൊണ്ട് ഒരു വ്യവസായിക നയമാണ് കേരളം ആലോചിക്കുന്നത്. അതാണ് ഈ നയരേഖയിൽ ഊന്നി പറയുന്നത്. മറ്റൊന്ന് ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ഭൂമിയുടെ ദൗർലഭ്യമാണ്. ഭൂമിയെ ഒരു റിസോഴ്സ് ആക്കിക്കൊണ്ട് നമുക്ക് വ്യവസായം തുറക്കാൻ കേരളത്തിൽ ഇനി ആവില്ല. അപ്പോൾ ആ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. അതാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. ആ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഒരു തരത്തിലും ദുരിതത്തിൽ ബംഗാളിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നിരുന്നു, ഇവിടെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്നാണോ? ഒന്ന് വലിയ വ്യവസായങ്ങളെക്കാളും ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളിൽ ഊന്നിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യം. മാത്രമല്ല മനുഷ്യ വിഭവശേഷി, ടൂറിസം, ആരോഗ്യ ടൂറിസം തുടങ്ങി ഏതൊക്കെ മേഖലകളിൽ കേരളത്തിൻ്റെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളാണ് കേരളം ഇപ്പോൾ അരയുന്നത്. അത് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ ചിറകിലേറ്റുമെന്നു തന്നെയാണ് ഉറച്ചു പറയാൻ കഴിയുക. കാരണം ഒരു തരത്തിലും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയില്ല. ബംഗാളിൽ സംഭവിച്ചത് മറ്റൊരു തലം കൂടിയുണ്ട്. ബംഗാളിൽ പാർട്ടിക്കുള്ളിലും അതുപോലെ അപജയത്തിൻ്റെതായ ചില പ്രവണതകൾ ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ അത്തരത്തിലുള്ള അപജയങ്ങളെ വളരെ മുളയിലേ നുള്ളുന്നതിന് ഒരു വിമർശനവും ഉയരാതെ ഉണ്ടാക്കപ്പെടുന്ന അപ്രമാദിത്വം അപജയത്തിന്റെ സൂചനയായി താങ്കൾ കാണുന്നില്ലേ? താങ്കളെ പോലൊരു ഇടതുപക്ഷ സഹയാത്രികൻ. അങ്ങനെയല്ല, വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പുറത്തു നിന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നു. അകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തറിയുമല്ലോ, സ്വാഭാവികമല്ലേ? നിശ്ചയമായും വിമർശനങ്ങൾ ഉണ്ടാവും. കാരണം ഒരാൾ പോലും, ഒരു വ്യക്തി പോലും വിമർശനത്തിന് അതീതനല്ല. അപ്പോൾ വിമർശനം ഇക്കാര്യത്തിലുണ്ടാവും. ഏതു ചെറു പ്രവൃത്തികൾ പോലും വിമർശനത്തിന് വിധേയമായി തന്നെയാണ്. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി, അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി. ഉറപ്പായും ഇക്കാര്യത്തിൽ വിമർശനം ഉണ്ടാകും. എന്തിന് ഈ രേഖയിൽ പാർട്ടി സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, പാർട്ടി സെക്രട്ടറിക്ക് നേരെ പോലും വിമർശനം വരുന്ന തരത്തിൽ എഴുതി വെക്കപ്പെട്ട അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് അത് എഴുതി വെക്കപ്പെട്ടത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെയാണ് ആ അപ്രമാദിത്വത്തിന്റെ സൂചന പറഞ്ഞതും. ശ്രീ KP നൗഷാദ് അല്ലേ, ഇപ്പോൾ നോക്കൂ, സ്റ്റാർട്ടപ്പ് എക്കോണമി ബൂം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത് നാളെ ആര് കേരളം ഭരിച്ചാലും ഉണ്ടാവില്ല. ഇപ്പം അടുത്ത 2026 ആര് കേരളം ഭരിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്, ഇടതുപക്ഷത്തിനും ചാൻസ് ഉണ്ട്. സോ ഒരു പക്ഷേ 10 കൊല്ലം ഇടതു മുന്നണി ഭരിച്ചാൽ UDF-നായിരിക്കാം കൂടുതൽ ചാൻസ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ നയരേഖ നടപ്പാക്കിയ യൂസർ ഫീകൾ കാലോചിതമായി പരിഷ്കരിച്ചു എന്ന് വിചാരിക്കൂ. OP ടിക്കറ്റ് മുതൽ അങ്ങോട്ട് സർക്കാർ സേവനങ്ങളുടെ ഒക്കെ ഫീസ് വർദ്ധിപ്പിച്ചു എന്ന് വിചാരിക്കൂ. സംസ്ഥാന റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തി എന്ന് വിചാരിക്കൂ, ചെറിയ ടോൾ ദീർഘകാലത്തേക്ക്. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവുന്നത് ആരാണ്? അതിൻ്റെ ഗുണഭോക്താവുന്നത് 2027 28 ഒക്കെ കേരളം ഭരിക്കുന്ന ആളുകളാവും. അതുകൊണ്ട് ഇതൊക്കെ നടപ്പാക്കട്ടെ, നമ്മളിത് കണ്ടിരിക്കാം എന്നൊരു സമീപനം എടുക്കുന്നതല്ലേ യുക്തിയും ബുദ്ധിയും. അഭിലാഷ്, അത്തരത്തിൽ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞുകൊണ്ട് അവരെ കരിമ്പിൻ ചണ്ടിയാക്കി മാറ്റിക്കൊണ്ട് സ്റ്റേറ്റ് കൊഴുത്ത് വീർക്കുന്ന മുതലാളിത്ത മൂലധന സംസ്കാരം അതൊരു കാലത്തും കോൺഗ്രസോ UDF-ഓ അവലംബിച്ചു പോരാത്തതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ 1/4 നൂറ്റാണ്ടും 3 പതിറ്റാണ്ടും പുറകിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പഴയ കാലത്ത് മുതലാളിത്ത കോർപ്പറേറ്റ് വ്യവസ്ഥിതിയിലൂടെ നീങ്ങിയ രാജ്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന പുതിയൊരു ആശയത്തോട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നൊരു ലോകക്രമമാണ് ഇന്ന് നിലവിലുള്ളത്. നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് നോക്കിയാൽ മതി, മറ്റ് വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ ഭരണരീതികൾ, മുൻഗണനാക്രമങ്ങളൊക്കെ അത്തരത്തിലാണ് ഇന്ന് പുരോഗമിക്കുന്നത്. അവർ 2 പതിറ്റാണ്ട് മുമ്പ് കൈയൊഴിഞ്ഞതിനെയാണ് ഇന്ന് കേരളത്തിലെ പിണറായി നവകേരള ഡോക്യുമെന്റും മാതൃകയാക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ മാതൃകയിൽ കേരളത്തെ പുതുക്കി പണിയുമെന്നുള്ളതാണ് ഈ വിഷൻ ഡോക്യുമെന്റ്. അല്ല, ഇവിടെ എല്ലാ കാലത്തും CPM-ന് അത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളുമുണ്ട്. ഇവിടെ CPM എന്ന പാർട്ടിയെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം ഏതാണെന്ന് വെച്ചാൽ, കേരളത്തിലെ CPM-നകത്ത് ഇന്ന് നിലനിൽക്കുന്നത് ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ശ്മശാന മൂകതയാണ്. ഒറ്റ നേതാവിനെ പ്രതിഷ്ഠിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു അപശബ്ദം പോലും എവിടെ നിന്നും മുഴങ്ങില്ല എന്ന് ഉറപ്പാക്കുന്നു. എവിടെ നിന്നെങ്കിലും അത്തരത്തിലൊരു മർമ്മരമുണ്ടായാൽ അതിനെ മുളയിലെ നുള്ളിക്കളയുന്നു. ഇത്തരത്തിലുള്ള ഒരു 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 ലാത്തിയും തോക്കുമൊക്കെ ചൂണ്ടിക്കൊണ്ടുള്ളൊരു ആഭ്യന്തര ജനാധിപത്യ ക്രമീകരണമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ പാർട്ടിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ CPM-നെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷയും നമ്മളിൽ നിന്ന് അസ്തമിപ്പിച്ച് കളയുന്നതാണ്. ഇവിടെ ഇതുകൊണ്ട് കേരളത്തിന് മറ്റു ചില ദോഷങ്ങൾ കൂടിയുണ്ട്. അഭിലാഷ്, നിങ്ങൾ നോക്കുക, ഇന്നിപ്പോൾ CPM കേരളം ഭരിക്കുകയാണ്. ഇവിടെ ഈ കടൽ തീര ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നയം മാറ്റി മുന്നോട്ട് വന്ന് കേരളത്തിൻ്റെ കടൽ തീരം വിഴുങ്ങാൻ കടന്നു വരുമ്പോൾ
ഇവിടെ ഭരിക്കുന്ന CPM എന്ത് തരത്തിലുള്ള പ്രതിരോധമാണ് അതിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ഒരു വർഷമായി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ തമിഴ്നാട്ടിലേക്ക് നോക്കൂ, അവിടെയും സമാനമായ സാഹചര്യത്തിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത പ്രതിരോധത്തിന് മുന്നിൽ കേന്ദ്രം വിയർക്കുമ്പോൾ കേരളത്തിലൊക്കെ ഒരു എക്സ്പാർട്ടി വിധി പോലെ യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാതെ സുഗമമായ കടന്നുവരവിനാണ് ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഇവിടെ കളമൊരുക്കുന്നത്. അത് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മണ്ഡലങ്ങൾ കുറയുന്നു, ഉത്തരേന്ത്യയിൽ കൂടുന്നു, പലതരത്തിലുള്ള വലിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്റ്റാലിനെ പോലെയുള്ള ഭരണാധികാരികൾ ശക്തമായ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹം മധ്യ ഉപരിവർഗത്തിൻ്റെ തടവറയിലായി കഴിഞ്ഞ വിജയനും CPM-ഉം അതൊക്കെ സാഗൂതം ഏറ്റുവാങ്ങാനുള്ള ശ്രമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു കാലത്തും കേരളത്തിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യേണ്ടതാണോ? MK സ്റ്റാലിൻ പിണറായി വിജയൻ അടക്കമുള്ള സർക്കാരുകളുടെ പിന്തുണയും സഹകരണവും തേടിയിട്ടുണ്ട്, ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, UGC നിയമ ഭേദഗതി വന്നപ്പോൾ കേരളത്തിൻ്റെ അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളാകെ തകിടം മറിക്കുന്ന സർവകലാശാലകളെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതാണ്ടൊരു അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ ഗവർണർമാരിലൂടെ ആക്കുന്ന തരത്തിലുള്ള UGC നിയമ ഭേദഗതി വന്നപ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് യോഗം വിളിച്ചത് കേരളമാണ്. ഇപ്പോൾ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ തമിഴ്നാട് യോഗം വിളിക്കുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കുക, ഇതൊക്കെയല്ലേ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ സ്വാഭാവികമായും സംഭവിക്കുക? അല്ലല്ല അഭിലാഷ്, ഇവിടെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് കാണരുത്. ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങളും അതീവ ഗൗരവമറിയിക്കുന്നതാണ്. ഒന്ന് നമ്മുടെ നാടിൻ്റെ വികസനവും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വിഷയം. അവിടെയൊക്കെ അഴകുഴമ്പൻ നിലപാട് എന്ന് മാത്രമല്ല, ഫാസിസം എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ ഇനി ഈ അസ്കർ ഉൾപ്പെടെയുള്ള ഒരു CPM-ൻ്റെ നിരീക്ഷകർക്കോ പ്രതിനിധികൾക്കോ ഇനി ചാനൽ ചർച്ചയിൽ കഴിയില്ല. ഇവരൊക്കെ ഘോരം ഇതിനെതിരെ ശബ്ദിച്ചതിൻ്റെ ഒരുപാട് ഡിജിറ്റൽ രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി അവർക്ക് ശബ്ദിക്കാൻ കഴിയില്ല. ഇവരെയൊക്കെ നിർബന്ധിത പരിവർത്തനത്തിന് വിധേയമാക്കുന്ന പരീക്ഷണശാലയാക്കിയിട്ട് ഈ കൊല്ലം CPM സംസ്ഥാന സമ്മേളനത്തെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രഭൃതികളും മാറ്റിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഒരു റൗണ്ട് മിനിയാന്ന് ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് വിശദമായി പോകുന്നില്ല. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയിലേക്ക് ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ എസ് ആദികേശവൻ, ഈ ഫീസ് കൂട്ടുന്നതും സെസ് ഏർപ്പാടാക്കുന്നതും ഒക്കെ വലിയ സമരങ്ങൾ വിളിച്ചു വരുന്നു. പക്ഷേ ഈ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിന് മാർഗങ്ങൾ സ്വീകരിക്കൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ റീസ്ട്രക്ചർ ചെയ്യൽ, ഇതിലൊന്നും അത്ര വലിയ എതിർപ്പുണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടാകണം എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ്, തീർച്ചയായിട്ടും. ഈവൻ യൂസർ ഫീയുടെ കാര്യം നോക്കിയാലും ബഡ്ജറ്റ് വന്നപ്പോൾ കുറച്ച് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ തോത് കണക്കാക്കുമ്പോൾ ഇപ്പോൾ ഭൂനികുതി പരിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മൊത്തം വരുമാനം പ്രതീക്ഷിക്കപ്പെടുന്നത് അധിക വരുമാനം 100 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എത്രയാണ് മാറ്റം വരുത്തിയിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 7.5 രൂപ എന്നുള്ളത് 15 രൂപയാക്കി. അപ്പോൾ എന്താണ്, ഡബിളാക്കി. അതേപോലെ 50% വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തോതിൽ നിൽക്കുന്നതിനെ ഒന്ന് നവീകരിച്ച് ചെറിയൊരു ഹയർ എമൗണ്ട് ആക്കി അത് ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ മാറ്റങ്ങൾ മാത്രം പോരാ. എൻ്റെ അഭിപ്രായത്തിൽ ഘടനാപരമായ ഒരു മാറ്റം ഈ ഭരണം അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ സമവായം പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി വരുമ്പോൾ ഈ സമീപനം മാറിക്കൂടായിക എന്നില്ല. അവിടെയാണ് നമുക്ക് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നുള്ള ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. നീതി ആയോഗ് വന്നതോടുകൂടി അത് അബോളിഷ് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷേ ചെയ്തിട്ടില്ല. പക്ഷേ മീറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമുക്ക് സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൊണ്ട് ഒരു പെർമനൻറ്റ് ബോഡി, സംസ്ഥാന വികസന കൗൺസിൽ എന്നുള്ള സ്ഥാപനം അല്ലെങ്കിൽ അതിന് തുല്യമായ വേറെ ഏതെങ്കിലും സ്ഥാപനം എല്ലാ പാർട്ടികളെയും കോഓപ്റ്റ് ചെയ്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ പോളിസീസിന്, ഈ നയങ്ങൾക്ക് ഒരു കണ്ടിന്യൂവിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ കണ്ടിന്യൂവിറ്റി ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാവുന്നത് നിക്ഷേപകർക്കാണ്, കമ്പനികൾക്കാണ്. കാരണം ഇന്ന് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ വ്യവസായ മന്ത്രി കൊടുക്കുന്ന വാഗ്ദാനം അതേ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ചിലപ്പോൾ ഓണർ ചെയ്യപ്പെടില്ല എന്നുള്ള ആശങ്കയും
ആ മാറ്റങ്ങൾ വരുമോ അല്ലെങ്കിൽ ആ നയങ്ങൾ നടപ്പിലാക്കുമോ എന്നുള്ള ആശങ്ക നിക്ഷേപകർക്കുണ്ടാകാം. അതിനെ മാറ്റാനായിട്ടുള്ള ഘടനാപരമായ മാറ്റം കൂടി, ഒരു പുതിയ സംവിധാനം കൂടി, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള അസംബ്ലിയിൽ പ്രതിനിധാനം ഇല്ലാത്ത പാർട്ടികളെ പോലും വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വികസനത്തിനും വളർച്ചയ്ക്കും സ്ഥായിയായിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റമായി പ്രവർത്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു സുസ്ഥിരമായ ഇൻക്ലൂസീവായ വികസന പരിസരത്തിലേക്ക് കേരളം മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ നവകേരള രേഖ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വഴിവെക്കുക? പിണറായി വിജയൻ കേരളത്തിൻ്റെ ദെങ് സിയാവോ പിങ് ആവുമോ? ചൈനീസ് വ്യാളിയെ പോലെ കേരളത്തിൻ്റെ ആന ഉണ്ടാവുമോ? അതോ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ, സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതുപോലെ ഒരു പെരിസ്ട്രോയിക്കയായി മാറുമോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ആ നിർണായകമായ ചുവട് മാറ്റത്തോടു കൂടിയാണ് കൊല്ലത്ത് ചെങ്കൊടി ഇറങ്ങുന്നത്. സൂപ്പർ പ്രൈം ടൈം കൊല്ലത്ത് നിന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.